മുനമ്പത്ത് റവന്യൂ അവകാശം ആവശ്യപ്പെട്ട് തീരദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് 43-ാം ദിവസം. പ്രതിഷേധത്തിന്റെ ഭാഗമായി വൈകിട്ട് 5 മണിക്ക് വഖഫ് ബോർഡിന്റെ കോലം മുനമ്പം കടലിൽ എറിയും. സമരസമിതി നേതാക്കളുമായി ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം സമരക്കാർ തള്ളി. അതേസമയം മുനമ്പം ഭൂവിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 മാസം മതിയാകില്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കി. സർക്കാരിനോട് കൂടുതൽ സമയം ചോദിക്കുമെന്നും സർക്കാർ അത് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ 1/2 ഡസനോളം സുപ്രധാനമായ വിഷയങ്ങളിൽ ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ. സർ, ഇത്രയും നാൾ സാർ വഹിച്ച ഒരു ചുമതല പോലല്ല, വളരെ സങ്കീർണമാണ്, വളരെ സെൻസിറ്റീവാണ്. എങ്ങനെയാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനായി നിയമിതനായതിനു ശേഷം മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? മുനമ്പം വ്യത്യസ്തമായൊരു കമ്മീഷനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ധാരാളം ജനങ്ങളുടെ പ്രശ്നമാണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടത്. അതായത് വസ്തുവിനെ സംബന്ധിച്ച് ധാരാളം പേരുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഈ കമ്മീഷനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ സഹകരണം, മുഖ്യമായിട്ടും കമ്മീഷൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ പോകാനും കമ്മീഷന് സമയത്ത് റിപ്പോർട്ട് കൊടുക്കാനും സാധിക്കണമെങ്കിൽ ഇതിലെ തൽപര കക്ഷികൾ, ഈ ക്ലെയിമൻസ് എല്ലാവരും സഹകരിക്കണം, കമ്മീഷനുമായിട്ട് രേഖകൾ ഹാജരാക്കണം, കമ്മീഷൻ ചോദിക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം തരണം. അങ്ങനെ എൻക്വയറി ആയിട്ട് സഹകരിച്ചാൽ മാത്രമേ ഈ കമ്മീഷൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് മുമ്പോട്ട് പോകാനോ സമയത്ത് റിപ്പോർട്ട് കൊടുക്കാനോ ഈ കമ്മീഷൻ സാധിക്കുള്ളൂ. ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തിൽ പരിഹാരം കാണാൻ ഈ 3 മാസം മതിയാകുമോ? തീരെ പരിമിതമായ സമയമാണ് 3 മാസം. അത് ഗവൺമെൻറ്റും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആങ്സൈറ്റി മാത്രമാണ് അത് കാണിക്കുന്നത്. ഗവൺമെൻറ്റിന് എത്ര തിരക്കുണ്ട്, എത്ര ധൃതിയോടെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യണം, എത്ര നേരത്തെ തന്നെ ഈ പ്രശ്നം തീർക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഗവൺമെൻറ് അത് ചെയ്തത്. പക്ഷേ സമയം കൂടുതൽ വേണ്ടി വരും തീർച്ചയായിട്ടും. അത് എത്ര പേരുണ്ട് ആപ്ലിക്കൻസ്, എത്ര പേരെ അഫക്റ്റഡാണ്, ഇതൊക്കെ എനിക്കറിയില്ല ഇപ്പോൾ വാസ്തവത്തിൽ. അങ്ങനെ കമ്മീഷൻ സമയം നീട്ടി ചോദിക്കുന്നത് സർവ്വസാധാരണമാണ്. ഗവൺമെൻറ് വളരെ അനുഭവത്തോടെ അങ്ങനെ റിക്വസ്റ്റ് അനുവദിക്കും. ഗവൺമെൻറ്റിന് താല്പര്യം ഇത് കമ്മീഷൻ്റെ റിപ്പോർട്ട് സമയത്ത് കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കമ്മീഷൻ പ്രവർത്തനത്തിനെ തടയാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കില്ല. ഗവൺമെൻറ് തീർച്ചയായിട്ടും സമയം നീട്ടിത്തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇനി എങ്ങനെയായിരിക്കും സാർ മുന്നോട്ട്? ഇനി നടപടിക്രമങ്ങൾ എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് എനിക്ക് അയച്ചു തരും. അത് കഴിഞ്ഞ് മുഖ്യമായിട്ടും വേണ്ടത് ടേംസ് ഓഫ് റെഫറൻസാണ്. ടേംസ് ഓഫ് റെഫറൻസ് കിട്ടിയ ഉടനെ ഞാൻ കമ്മീഷൻ്റെ ഓഫീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യും നമുക്ക് വേണ്ട അസിസ്റ്റൻസ് എന്നൊക്കെയാണ് വേണ്ടത്, ഓഫീസ് സ്പേസ് സൗകര്യങ്ങളും എന്താ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് അത് കഴിയുന്നതും വേഗം പ്രവർത്തനം തുടങ്ങും. ഏറ്റവും സങ്കീർണമായ ഒരു ദൗത്യമാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, 3 മാസം മതിയാകില്ല എന്ന് കമ്മീഷൻ പറയുമ്പോൾ ഇതിനകം തന്നെ 43 ദിവസമായി സമരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ സമയം നീട്ടിക്കൊടുക്കാൻ സർക്കാരിന് കഴിയുമോ? സുജയ, വളരെ സങ്കീർണമാണ് ഈ അവസ്ഥ. കാരണം ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നേരത്തെ ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി ജുഡീഷ്യൽ കമ്മീഷനായിരുന്നു കമ്മീഷനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നെല്ലാം വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ ഇടത് സർക്കാരിൻ്റെ കാലത്തും അതുപോലെ തന്നെ UDF സർക്കാരിൻ്റെ കാലത്തും സമർപ്പിച്ചിട്ടുള്ള ആളുമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചുമതല ഏൽക്കുമ്പോൾ അദ്ദേഹം അത് കൃത്യമായി ചെയ്യുക എന്നുള്ള ആ ദൗത്യം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ചുമതലയുണ്ട്. ആ സാഹചര്യത്തിൽ അദ്ദേഹം സ്വാഭാവികമായും ഇത്രത്തോളം സങ്കീർണമായ, അതായത് സുജയ ഓർക്കേണ്ടതുണ്ട്, 609 കുടുംബങ്ങൾ ഈ കുടിയിറക്കൽ ഭീഷണി നേരിടുമ്പോൾ അത്രത്തോളം കുടുംബങ്ങളുടെ ആധാരം മുന്നാധാരമെല്ലാം പരിശോധിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ, അതിൻ്റെ നിയമപരമായ എല്ലാ പശ്ചാത്തലവും പരിശോധിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. സ്വാഭാവികമായും അതിൻ്റേതായ സമയം ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ആവശ്യവുമാണ്. എന്നാൽ ഓർക്കേണ്ടതുണ്ട്, ജുഡീഷ്യൽ കമ്മീഷനെ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. അതിന് തൊട്ട് പിന്നാലെ വന്ന പ്രതികരണം ഇവരുടെ ഒരു ആശങ്ക വെളിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. അതായത് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ ആ സമയത്ത് പ്രതികരിച്ചിരുന്നു മുനമ്പം നിവാസികൾ. എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രി ആ
ആശങ്ക അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ സമരസമിതിയുടെ നേതാക്കളോടും അതുപോലെ തന്നെ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ്, ഒപ്പം കോട്ടപ്പുറം രൂപത ബിഷപ്പ് എന്നിവരുമായി ഓൺലൈനിലായി ആശയവിനിമയം നടത്തിയത്. ഈ വിഷയവുമായി സംബന്ധിച്ച് ഇതുവരെയുള്ള ആശങ്കകൾ ദൂരീകരിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കത്തെ തുടർന്ന് ഉണ്ടായ പ്രതികരണവും. എന്നാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം ഒരു ആശങ്ക ഒരു പരിധി വരെ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് സാധിച്ചിട്ടുണ്ട്. അതായത് 3 മാസത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുമ്പോഴും ജുഡീഷ്യൽ കമ്മീഷന് കൂടുതൽ സമയം നൽകേണ്ട ഒരു സാഹചര്യം ഇപ്പുറത്ത് വന്നാൽ അതെങ്ങനെയായിരിക്കും മുനമ്പം നിവാസികൾ എടുക്കുക എന്നുള്ളൊരു പ്രശ്നം ഇവിടെ വരികയാണ്. അത് വളരെ സങ്കീർണവുമാണ് സുജയ. ഓക്കെ ലേബി.